UDF-ന്റെ ഒരു കണക്ക് സംസ്ഥാനത്തെ എല്ലാ സീറ്റും ജയിക്കുന്നതാണ്. LDF-ലെ CPI പറയുന്നത് 12 സീറ്റിൽ ജയസാധ്യത. BJP-ക്ക് അങ്ങനെ ഒരു കണക്കുണ്ട്? BJP-ക്ക് നല്ല സീറ്റ്, 5 സീറ്റിലധികം BJP-ക്ക്. എല്ലാ മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മിനിമം 5 സീറ്റിൽ ഞങ്ങൾ ചെയ്യും. വിവിധ സ്ഥാനാർത്ഥികളെ NDA സംബന്ധിച്ച് കേന്ദ്രമന്ത്രിമാർ വരെ ആവുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കും. കേന്ദ്രമന്ത്രിയൊക്കെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ അധികാരം. പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് നേരത്തെ ഈ ഏറ്റവും ക്രൂഷ്യൽ മത്സരം നടത്തിയ ഒരു മണ്ഡലമാണ് വടകര മണ്ഡലത്തിൽ പല പഞ്ചായത്തുകൾക്ക് ഒരു സ്ലിപ്പ് പോലും കൊടുക്കാതെ BJP സ്ഥാനാർത്ഥികൾ സ്ലിപ്പ് പോലും കൊടുക്കാത്ത അവസ്ഥയുണ്ടെന്നുള്ളത് കൃത്യമായി താങ്കളുടെ സ്ഥിതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ അനുഭവസ്ഥനാണ്. എന്താണ് അവിടെ നടന്നത്? മറിച്ച് ഷാഫിക്ക് വോട്ട് കൊടുത്തിട്ട് ഒരു കാരണവശാലും ഇത്തവണ അങ്ങനത്തെ പ്രചരണമൊന്നും എവിടെയും വീശിയിട്ടില്ല. BJP-യുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് LDF-ഉം UDF-ഉം നല്ല രീതിയിലാണ് വിലയിരുത്തിയത്. എനിക്കറിഞ്ഞൂടെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്. പിന്നെ വടകര കഴിഞ്ഞ തവണ 80,000 വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ്. വടകര ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജയിക്കാൻ തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുമെന്ന് ഞങ്ങൾ ആ മണ്ഡലത്തെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഏതോ ഒരു ബൂത്തിൽ സ്ലിപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നത്. BJP-യോ? BJP-ക്ക് അവിടെ 2 ഇരട്ടിയിലധികം വോട്ട്. അത് അടഞ്ഞ അധ്യായമാണ്. അതിനെപ്പറ്റി ചർച്ച എന്തിന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് നടപടി എടുക്കാൻ എന്താണ്? ആ അധ്യായം അടഞ്ഞു. അതിനെപ്പറ്റി ചർച്ചയില്ല. അല്ല, ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി വീണ്ടും തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. തൃശ്ശൂരിലൊക്കെ മുരളീധരൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? മുരളീധരൻ എന്തായാലും ഇനി വീട്ടിലിരിക്കാം. ഞാനത് ആദ്യം പറഞ്ഞതാണ്. KM വീട്ടിലിരിക്കും. സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. വയനാട്ടില് പിന്നെ മുസ്ലിം ലീഗിന്റെ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലീഗുകാരാണ് അത്യധ്വാനം ചെയ്തത്. ലീഗുകാർക്ക് എന്തോ ഒരു നിധി കിട്ടിയ പോലെയാണ് കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് അദ്ദേഹം. പക്ഷെ അവസാനം എന്തുണ്ടായി എന്നുള്ളത് ലീഗുകാർക്ക് ഇപ്പോൾ ബോധ്യമായി കാണും. സ്വന്തം കൊടി പിടിക്കാനുള്ള അനുവാദം പോലും ഇല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് എന്തിന് മുസ്ലിം ലീഗുമായിട്ട് ചേർന്നു എന്നുള്ള കാര്യം ദേശീയ തലത്തിൽ പറയാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ അവിടെ മറച്ചു വെക്കാൻ അവരെ കൊടി 2 കൊടി ഉപേക്ഷിക്കുകയല്ല. കോൺഗ്രസിൻ്റെ കൊടി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവില്ല. ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. മത്സരിക്കുന്ന കാര്യം തന്നെ വോട്ടർമാരോട് തുറന്നു പറയാൻ ആർജവമില്ലാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. അതാണ് കോൺഗ്രസ് ഈ ഗതിയിലാവുന്നത്. ഇപ്പോൾ വെച്ച കലം പോലെ കോൺഗ്രസ് ആവുന്നതിൻ്റെ ഒരു കാരണം ഈ രാഹുൽ ഗാന്ധിയാണ്. എന്താ സംശയമുള്ളത്? BJP ഒരിടത്തും വർഗീയ പ്രചരണം നടത്തില്ല. BJP തെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രശ്നം. BJP വർഗീയത പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മൗനമാണെന്ന് പറയും. BJP ഒരു വർഗീയതയും പറയാതിരിക്കുമ്പോഴും BJP വർഗീയ പ്രചരണം നടത്തുന്നു. പക്ഷേ മതേതര പാർട്ടികൾ എന്ന് പറയുന്നത് ഇതാ എന്താണ് ഷാഫിയെ പറ്റി പറഞ്ഞത്? ദീനിൻ്റെ സ്ഥാനാർത്ഥി എന്താ പറഞ്ഞു? ഞാൻ പണ്ട് അള്ളാഹുവിൻ്റെ സ്ഥാനാർത്ഥി എല്ലാ സ്ഥലത്തും. തിരിച്ചപ്പുറത്ത് എന്താണ്? ഇങ്ങനെ ഒരു അധപ്പതനം ഈ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഞാനിത് ആദ്യമേ പറഞ്ഞു. നിങ്ങൾ മൗനം. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, വടകരയിൽ വലിയ തോതിലുള്ള വർഗീയ പ്രചരണമാണ് നടക്കുന്നത്. ഒരു കാലത്തും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ദീനിൻ്റെ സ്ഥാനാർത്ഥിയും കാഫറും ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിന് ഉത്തരവാദപ്പെട്ട നേതാക്കൾ തന്നെയാണ് നേതൃത്വം നൽകിയത്. ശരിയായ നിലയിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. എല്ലായിടത്തും കോൺഗ്രസ് ഇത് തന്നെയാണ്, LDF-ഉം ഇത് തന്നെയാണ് ചെയ്യുന്നത്. അല്ലെന്ന് ഇവിടെ വടകരയിൽ ഈ കാര്യത്തിൽ LDF-ഉം UDF-ഉം നടത്തുന്ന വർഗീയ പ്രചരണത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടികൾ പറഞ്ഞ ആൾക്കാർ പോലും സ്വീകരിക്കുന്നില്ലല്ലോ.